ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനെ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം, അവൻ എന്നെ ജനങ്ങൾക്ക് പഴഞ്ചൊല്ലാക്കി തീർത്തു എന്ന പദമാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ തൻ്റെ മുൻപിലേക്ക് വരുന്നവരും തന്നെ കാണുന്നവരും തന്നെക്കുറിച്ച് കേൾക്കുന്നവരും ഒക്കെ തല കുലുക്കത്തക്ക തലത്തിൽ താനൊരു പരിഹാസമായി തീർന്നിരിക്കുന്നു, താനൊരു അപമാനമായി തീർന്നിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭക്തനായ മൊർദെഖായിയെ നോക്കിക്കൊണ്ട് ഹാമാൻ പറയുന്നതായ വാക്കുകളുണ്ട്. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയും ഇല്ല എന്ന് ഹാമാൻ പറഞ്ഞു എന്നതാണ്. ഭക്തിയോടെ ജീവിക്കുന്ന മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഹാമാന്റെ മുൻപിൽ പരിഹാസമായി നിൽക്കുന്ന, അപമാനിതനായി നിൽക്കുന്ന ഒരു മൊർദെഖായിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 38, 39 ഒക്കെ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ലോകരക്ഷകനായി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തൻ്റെ എതിരാളികളായ ആളുകളുടെ ആഗ്രഹപ്രകാരം വിസ്താരം കഴിഞ്ഞ് തന്നെ ക്രൂശിൽ തറച്ചു കൊല്ലുകയും ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ക്രൂശിതനായി കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് തല കുലുക്കി പരിഹാസത്തോടുകൂടി ലോകത്തെയും ലോകത്തിലുള്ളവരെയും രക്ഷിക്കാൻ വന്ന നിനക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വാക്കുകളോടെ പരിഹസിച്ചുകൊണ്ട് കടന്നു പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇയ്യോബും അതേ കാര്യം തന്നെയാണ് ഓർപ്പിക്കുന്നത്. എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നതും എന്നെ കേൾക്കുന്നതും ആയ ആളുകളൊക്കെയും എന്നെക്കുറിച്ചുള്ള വസ്തുത കേട്ടിട്ട് എന്നെ പരിഹസിക്കുന്നു, എന്നെ അപമാനിക്കുന്നു എന്നോർപ്പിക്കുകയാണ്. ലോകം മുഴുവനും പരിഹസിച്ചെങ്കിലും കണ്ടവരും കേട്ടവരും ഒക്കെ തല കുലുക്കിയെങ്കിലും ഹാമാന്റെ മുമ്പിൽ മാത്രമല്ല, തല കുലുക്കിയവരുടെ സകലരുടെയും മുൻപിൽ മൊർദെഖായിയെ ദൈവം മാനിച്ചുയർത്തിയ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. എല്ലാം അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ക്രൂശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നവർ തല കുലുക്കി അപമാനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു അപമാനിച്ചവരുടെ മുമ്പിൽ ഒരു മഹത്വമായി നിൽക്കുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടം പഴഞ്ചൊല്ലിനും അപമാനത്തിനും നിന്ദയ്ക്കും കാരണമാകുന്നെങ്കിലും പരമാർത്ഥതയോടും വിശ്വസ്തയോടും ദൈവത്തെ സേവിക്കുന്ന നമുക്ക് വേണ്ടി കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോർത്ത് താഴ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, മറ്റുള്ളവരുടെ അപമാനങ്ങളുടെയും നിന്ദകളുടെയും മുമ്പിൽ ഞങ്ങൾ പതറിപ്പോകാതെ കൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.